സമ്മർദ്ദത്തിന് വഴങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചതാണ്. ജനപ്രീതിയിലെ ഇടിവും അതേപോലെ നേതൃമാറ്റത്തിനായുള്ള ആവശ്യങ്ങളും ശക്തമായതിനെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന 6ാമത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയിട്ടുണ്ട് കെയർ സ്റ്റാമർ. എന്തുകൊണ്ട് രാജി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചരിത്ര വിജയത്തോടെ അധികാരത്തിലേക്ക് എത്തിയ നേതാവ് 2 വർഷം തികയുന്നതിന് മുൻപ് പടിയിറങ്ങാൻ കാരണമായത് എന്താണ്? ലേബർ പാർട്ടിക്കുള്ളിലെ കലാപമോ അതോ ജനങ്ങളുടെ അതൃപ്തിയോ? ഇനി ബ്രിട്ടനെ നയിക്കാൻ പോകുന്നത് ആര്? നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് രാജി? ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അതായത് സ്റ്റാമറിന്റെ രാജിക്ക് പിന്നിൽ ഒരൊറ്റ ഘടകമല്ല കാരണം എന്നുള്ളതാണ് സത്യം. ഇതിൽ ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയാണ്. നോക്കൂ, 2026 മെയ് മാസത്തിൽ നടന്ന ലോക്കൽ തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഏൽക്കുകയുണ്ടായി. പല കൗൺസിൽ സീറ്റുകളും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ഇത് പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി. ഇനി രണ്ടാമത്തെ ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്വന്തം എംപിമാരുടെ തന്നെ വിമർശനമാണ്. പാർട്ടിയിലെ നിരവധി എംപിമാർ സ്റ്റാമറുടെ നേതൃത്വത്തിൽ കടുത്ത പൊതു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയാൻ തുടങ്ങി. അവർ കടുത്ത വിയോജിപ്പുകൾ പറയാൻ തുടങ്ങി. ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾക്ക് അനുസരിച്ച് 90-ലധികം എംപിമാർ അവർ രാജിയോ അതല്ലെങ്കിൽ നേതൃമാറ്റമോ ആവശ്യപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇനി രാജിയിലേക്ക് നയിച്ച മൂന്നാമത്തെ വിഷയം അത് ജനപ്രീതിയിലുണ്ടായ ഇടിവാണ്. നോക്കൂ, ജീവിത ചെലവ് പ്രതിസന്ധി, സാമ്പത്തിക വളർച്ചയിലെ മന്ദഗതി, കുടിയേറ്റ നയങ്ങൾ, ഇവയിലൊക്കെ സർക്കാർ പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചില്ല എന്ന വിമർശനം വളരെയധികം ശക്തമായി മാറി. നാലാമത്തേതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് നേതൃത്വത്തെ ചൊല്ലിയ സംശയങ്ങളാണ്. അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വളരെ മികച്ച പ്രകടനം സ്റ്റാമർ കാഴ്ചവെച്ചു എങ്കിലും പ്രധാനമന്ത്രിയായതിനു ശേഷം വ്യക്തമായ രാഷ്ട്രീയ ദിശ നൽകാൻ സ്റ്റാമറിന് കഴിഞ്ഞില്ല എന്നാണ് വിമർശകർ പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തിച്ച കാര്യം. അതായത് ഒരൊറ്റ കാരണമല്ല, പല പല ഘടകങ്ങൾ അദ്ദേഹത്തെ രാജിയിലേക്ക് എത്തിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി എന്ത് ബ്രിട്ടനിൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് സ്റ്റാമർ ഉടൻ തന്നെ പ്രധാനമന്ത്രി പദം ഒഴിയില്ല. പുതിയ ലേബർ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹം തന്നെ ചുമതല തുടരും. തുടർന്ന് പുതിയ ലേബർ പാർട്ടി നേതാവിനെ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായി കണക്കാക്കുകയും ചെയ്യും. ആരാകും അടുത്ത പ്രധാനമന്ത്രി? ആർക്കാണ് സാധ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് നമ്മൾ ഈ കാണുന്ന പോലെ ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മേയറായ ആൻറ്റി ബേൺഹാമിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് കൂടുതലായിട്ട് കേൾക്കുക. അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ വലിയ പിന്തുണയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഔദ്യോഗിക നേതൃത്വ മത്സരം നടക്കുകയാണെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങാം. കാരണം 1-2 പേരുടെ പേരുകൾ അല്ലാതെ കേൾക്കുന്നുമുണ്ട്. നമ്മൾ ഈ ആൻറ്റി ബേൺഹാം മാത്രമല്ല, 1-2 പേരുടെ പേര് അല്ലാതെയും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രിട്ടനിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? നമ്മളെപ്പോഴും ഒരു ലോക രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അത് എങ്ങനെയെങ്കിലും ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രധാന പരിഗണന. അപ്പോൾ ഇന്ത്യക്ക് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും നേരിട്ടുള്ളൊരു സ്വാധീനമൊക്കെ കുറവായിരിക്കും നമ്മുടെ രാജ്യത്തിന്. പക്ഷേ ഇപ്പം ബ്രിട്ടൻ്റെ ഇന്ത്യ നയം, അതേപോലെ തന്നെ വ്യാപാര കരാറുകൾ, കുടിയേറ്റ നയങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ടത് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാവി. അത് രാഷ്ട്രീയ നേതൃത്വത്തിന് ശേഷം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃമാറ്റത്തിനു ശേഷം എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യം ഓഫ് കോഴ്സ് നിരീക്ഷിക്കപ്പെടും. നമ്മളെ ഡയറക്റ്റ് ഒന്നും ബാധിക്കില്ല എങ്കിലും ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാകും പുതിയൊരു സർക്കാർ വരുമ്പോൾ, പുതിയൊരാൾ വരുമ്പോൾ, പുതിയൊരു നേതൃത്വം വരുമ്പോൾ, പാർട്ടി ഒന്നാണെങ്കിലും ആളുകൾ മാറ്റമാണല്ലോ. അപ്പോൾ അത് എങ്ങനെ നമ്മളെ ബാധിക്കും എന്ന കാര്യം നമുക്ക് ആശങ്കയൊന്നുമില്ല, പക്ഷെ നമ്മളത് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുമായി കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒന്ന്. കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകാൻ നമുക്ക് അഗസ്റ്റ് സെബാസ്റ്റ്യൻ നമുക്കിപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സെബാനെ, ഗുഡ് ഈവനിങ്. ഇപ്പം ഇനി സ്റ്റാമറിന് പകരക്കാരനെ കണ്ടെത്താനുള്ള മത്സരത്തിലേക്ക് ബ്രിട്ടൻ പോകുന്നു. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പല ലേബർ എംപിമാരും ആൻറ്റി ബേൺഹാമിന്, നമ്മൾ പറഞ്ഞ പോലെ ആൻറ്റി ബേൺഹാമിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും നോക്കൂ, അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം സെബാൻ? സേതു, ഇപ്പോൾ നിലവിൽ ആൻറ്റി ബേണം തന്നെയാണ് ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക്
നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇപ്പോൾ കെയർ സ്റ്റാമർ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാവാനുള്ള പെട്ടെന്നുണ്ടായ കാരണം ആൻറ്റി ബേണം ഈ മേക്കർ ഫീൽഡിൽ ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ചു എന്നതാണ്. അതായത് ഇക്കഴിഞ്ഞ മെയ്യിലാണ് അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. റിഫോം UK പാർട്ടിയും ഗ്രീൻ പാർട്ടിയും വലിയ നേട്ടം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ 2029 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയെ നയിക്കാൻ കെയർ സ്റ്റാമർക്ക് എത്രത്തോളം യോഗ്യതയുണ്ട് എന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ മേക്കർ ഫീൽഡ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. അതായത് മേക്കർ ഫീൽഡിൽ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ബേണം എന്ന് പറയുന്ന ലേബർ പാർട്ടി നേതാവ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഈ സാഹചര്യമാണ് നേരത്തെ തന്നെ കിയർ സ്റ്റാമറുടെ സ്ഥാനം ലേബർ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അതായത് പീറ്റർ മൻഡൽസനെ അദ്ദേഹം US-ലെ അംബാസഡറായി നിയമിച്ചതൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമനം നമുക്കറിയാം എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിന് ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയമിക്കരുത് എന്ന് പറഞ്ഞിട്ടും ആ വാർണിംഗ് എല്ലാം അവഗണിച്ചാണ് കെയർ സ്റ്റാമർ അദ്ദേഹത്തെ നിയമിച്ചത്. പിന്നീട് അദ്ദേഹം ഈ തീരുമാനത്തിൽ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിൽ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ റിഫോം പാർട്ടിയോട് നൈജൽ ഫരാഷിൻ്റെ റിഫോം പാർട്ടിയോട് വലിയ നിലക്കുള്ള പരാജയം ഏറ്റുവാങ്ങുകയും ഇതൊരു പക്ഷേ ഒരു പ്രൊജക്ഷനായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രൊജക്ഷനായി വന്നേക്കാം എന്ന നിലക്കുള്ള ഒരു ആരോപണവും അദ്ദേഹം നേതൃസ്ഥാനത്തിന് യോഗ്യനാണോ എന്ന ചോദ്യവും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന് അങ്ങനെ പാർലമെൻ്ററി പാർട്ടിക്കുള്ളിൽ വലിയ നിലക്കുള്ള ഒരു പാളയത്തിൽ ഒരു മ്യൂട്ടിനി രൂപപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം രാജിവെക്കില്ല എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന മേക്കർ ഫീൽഡ് ബൈ ഇലക്ഷനിൽ ഈ ആൻറ്റി ബേണം വിജയിക്കുന്നത്. അതായത് ഈ റിഫോം പാർട്ടിയോടാണ് വിജയിക്കുന്നത്. റിഫോം പാർട്ടിയെ നമുക്ക് തടയാൻ കഴിയുമോ എന്ന ചോദ്യം അത് മൊത്തത്തിലുള്ളൊരു വെയ്വാണ് എന്ന നിലയ്ക്ക് കരുതപ്പെട്ടിരുന്ന സമയത്ത് അങ്ങനെയല്ല. ആൻറ്റി ബേണമിന് കഴിഞ്ഞു, മാത്രവുമല്ല കൂടുതൽ അവരെ പുഷ്ബാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന നിലയ്ക്കുള്ള ഒരു മെസ്സേജ് വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കെയർ സ്റ്റാമർ രാജിവെക്കുകയും ചെയ്തത്. ഓക്കെ, ശരി സെബാനെ, ശരി. അപ്പം ഈ പറഞ്ഞ പോലെ 2024 ചരിത്ര വിജയമൊക്കെ നേടി കെയർ സ്റ്റാമർ പാർട്ടിക്കുള്ളിൽ എത്തി. കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയാകുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിലെ കലാപവും ജനപ്രീതിയിലെ ഇടിവും കാരണം വെറും 2 വർഷത്തിനകം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പുതിയൊരു നേതൃയുഗത്തിനും ഇതോടുകൂടി തുടക്കമാകാൻ പോവുകയാണ്.